ടി വി പ്രസാദ് നമുക്കൊപ്പം. ടി വി പ്രസാദ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എൻ പ്രശാന്ത് അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടോ? SITയുടെ നീക്കം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയല്ലേ? SITയുടെ നീക്കം നിർണായക ഘട്ടത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നതും അതായിരുന്നു സുജയ. അതായത് കൃത്യമായ ഡോക്യുമെന്റൽ എവിഡൻസ് ഉള്ള കേസാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ്. പക്ഷേ എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉദ്യോഗസ്ഥന്മാരിലും മാത്രം വട്ടം കറങ്ങിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘം ഒടുവിലാണ് നിരന്തരമുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളുമൊക്കെയാണ് ഈ ഒരു അറസ്റ്റിലേക്ക് എത്താനുള്ള കാരണം എന്ന കാര്യം വ്യക്തവുമാണ്. എൻ വാസുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാണ്. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലാദ്യമായി ഉദ്യോഗസ്ഥനായ ഒരാൾ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റായി മാറുന്നതും നമ്മൾ കണ്ടതാണ്. 2019 നവംബർ മുതലുള്ള കാലയളവിലാണ് എൻ വാസു അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെയായത്. അതിന്റെ തൊട്ടു മുമ്പുള്ള കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരിക്കെയാണ് വിവാദ ഉത്തരവുണ്ടാകുന്നത്. വിവാദം എന്ന് മാത്രമല്ല, ശബരിമല അയ്യപ്പന്റെ സ്വർണം അപ്പാടെ മോഷ്ടിക്കാനുള്ള ഒരു ഉത്തരവായി ആ ഉത്തരവ് മാറുകയാണ്. 2019 ഫെബ്രുവരി മാസം ആ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരിക്കുന്നത് എൻ വാസുവാണ്. എൻ വാസു CPIMന്റെ സഹയാത്രികനാണ്. ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി CPIMന്റെ വലിയ ബന്ധമുള്ള നേതാവ്, ഒരുപക്ഷെ ഈ കേസിലെ കിങ് പിൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ച ആളാണ് എൻ വാസു. എൻ വാസുവിൻ്റെ അറസ്റ്റ് ഈ കേസിലേറെ നിർണായകമാണ്. ഇന്ന് കോടതിയിൽ കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു എൻ വാസു എന്ന കാര്യം നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും മാത്രമായി കേന്ദ്രീകരിച്ചിരുന്ന ഒരു അന്വേഷണമാണ് ഇന്നിപ്പോൾ എൻ വാസുവിലേക്ക് എത്തിച്ചേരുന്നത്. എൻ വാസുവാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ എല്ലാവരും വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫയലുകൾ കണ്ടവർ, അതിൻ്റെ മാസ്റ്ററുകൾ കണ്ടവർ എല്ലാവരും ഉറപ്പിച്ചിരുന്നത് എൻ വാസുവാണ് എന്ന് തന്നെയാണ്. അതിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. കോടതിയിലേക്കുള്ള യാത്രയിലാണ് എൻ വാസുവിനെയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് ഇന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു കാലയളവൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവരുടെ മുന്നിൽ ആകെ ഉള്ളത് വെറും 6 ആഴ്ച മാത്രമാണ്. അതിൽ 3 ആഴ്ച പിന്നിട്ട് കഴിയുമ്പോഴാണ് നിർണായകമായ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ഏറെ പ്രധാനമാണ് ഈ കേസിൽ നിർണായക ഉത്തരവിറക്കിയ ആളാണ് ഈ പറയുന്ന എൻ വാസു. എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെയാണ് ആ ഉത്തരവ് പുറത്തേക്ക് വരുന്നത്. 2019 ഫെബ്രുവരിയിൽ 1998ലും 99ലുമായി ശബരിമലയിലെ ശ്രീകോവിലപ്പാടെ സ്വർണം പൊതിഞ്ഞ വിജയ് മല്യയുടെ സ്വർണം അത് സ്വർണമല്ലെന്നും ചെമ്പുപാളിയാണെന്നും എഴുതി ചേർത്ത് ഉത്തരവിറക്കി പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് അത് ശബരിമല മറിച്ച് കടത്തിയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അത് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും എല്ലാം കറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട്, എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്ന് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എഴുതി കൊടുത്തത്, ഊരിക്കൊടുത്തത്, അഴിച്ചു കൊടുത്തത്. അതാണ് പിന്നീട് വലിയ കൊള്ളയിലേക്ക് നീങ്ങിയത്. നമ്മളെല്ലാവരും കണ്ടതുപോലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയെ മറയാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു സംഘം ഉദ്യോഗസ്ഥരും എൻ വാസുവിനെ പോലെയുള്ള ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ കൊള്ള. ആ കൊള്ളയുടെ സുപ്രധാനമായ അറസ്റ്റിലേക്കാണ് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. സുജയ. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ടി വി പ്രസാദാണ്.